ഹായ്, എല്ലാവർക്കും സബാസ് കുക്കിംഗ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു മുട്ട മസാല മക്രോണിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും അതുപോലെ ഡിന്നറിനായാലും ലഞ്ച് ബോക്സിലെല്ലാം കൊടുത്തേക്കാനായാലും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിന് മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു മുട്ട മസാല മക്രോണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് മക്രോണി ഒന്ന് വേവിച്ചെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാത്രത്തിൽ കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണോളം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ 1 ടീസ്പൂണോളം ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മക്രോണി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 3 കപ്പ് മക്രോണിയാണ് എടുത്തിന്. 250 ml കപ്പിന് 3 കപ്പാണ്. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് മക്രോണിയെല്ലാം എടുക്കുക. അപ്പോൾ 3 കപ്പ് മക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് വേവാനായിട്ട് വെയിറ്റ് ചെയ്യാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റോളം വെച്ചാൽ മതി. അപ്പോഴത്തേക്ക് മക്രോണിയെല്ലാം കറക്റ്റ് വെന്ത് കിട്ടും. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. മക്രോണിയെല്ലാം കറക്റ്റ് വെന്തിട്ടുണ്ട്. ഓരോ മക്രോണിക്ക് ഓരോ വേവായിരിക്കും. മാക്സിമം ഒരു 10-12 മിനിറ്റോളം എടുക്കും ഓരോ മക്രോണി വേവാൻ. ഓരോ മക്രോണി ഒരു 8 മിനിറ്റെല്ലാം ആകുമ്പോഴത്തേക്ക് തന്നെ വെന്ത് കിട്ടും. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫാക്കിയതിന് ശേഷം ഇതിലെ വെള്ളമൊക്കെ ഒന്ന് അരിപ്പയിലേക്ക് ഊറ്റിക്കളയാം. അപ്പോൾ ഇതാ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുക. ഇനി ഞാനിതാ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ അത്യാവശ്യം ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 4 മുട്ട പൊട്ടിച്ചത് ഒഴിച്ച് കൊടുക്കാം. മുട്ടയൊന്ന് ചിക്കി എടുക്കാനാണ്. അപ്പോൾ മുട്ട ഒഴിച്ചതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മുട്ട ഇതുപോലെ ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ചിക്കി എടുക്കണം. സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ, പനിയെല്ലാം പിടിച്ചിനെ സുഖമില്ലേനു. അപ്പോൾ ഇതാ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ അത്യാവശ്യം ഒന്ന് ആ മുട്ടൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയെന്ന് കാണുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടിയും അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ഒരു മുട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒന്നുകിൽ മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റുക, അല്ലെങ്കിൽ ഈ പാനിൽ തന്നെ വെക്കുക. ഞാൻ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് മക്രോണി റെഡിയാക്കുന്നത്. അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ 2 മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. പിന്നെ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ സവാള ഇതുപോലെ നന്നായി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വഴന്ന് വന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഒരു 3 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ആ ഒരു ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചമുളകിൻ്റെ എല്ലാം ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ചിക്കൻ മസാലയോ അല്ലെങ്കിൽ ബീഫ് മസാലയോ അങ്ങനെ ഏതെങ്കിലും ഒരു മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം തക്കാളിയൊക്കെ ഒന്ന് അത്യാവശ്യം വേവാൻ വേണ്ടിയിട്ട് ചെറിയ തീയിൽ നമുക്കിതൊരു 2-3 മിനിറ്റോളം അടച്ച് വെക്കാം. അപ്പോഴത്തേക്ക് തക്കാളിയൊക്കെ അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഇതാ നമ്മൾ ചെറിയ തീയിൽ തക്കാളി വേവാനായിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 3 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അത്യാവശ്യം തക്കാളിയെല്ലാം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. നമ്മളിതിൽ സോയാ സോസ് ചേർക്കുന്നത് കൊണ്ട് ആദ്യം ഉപ്പിട്ട് കൊടുക്കുമ്പോൾ കുറച്ചിട്ട് കൊടുക്കുക. പിന്നീട് സോയാ സോസെല്ലാം ചേർത്തിട്ട് നോക്കിയിട്ട് വീണ്ടും ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ചിക്കി എടുത്ത ആ ഒരു മുട്ട ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. മുട്ടയും ആ ഒരു മസാലയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവണം. അങ്ങനെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉപ്പെല്ലാം നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ട്, ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സവാള വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ സോയാ സോസും ചേർത്ത് കൊടുത്തിന്. അങ്ങനെ ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് മാറ്റി വെച്ച ആ ഒരു മക്രോണി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതിയോളം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുക്കുക.
പകുതിയോളം ഇട്ടിട്ട് മിക്സ് ചെയ്യുമ്പം തന്നെ ഈ ഒരു പാത്രം ഫുള്ളായിട്ടുണ്ടേനു. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രം മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് വലിയ പാത്രത്തിലേക്ക്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കി കുറച്ചും കൂടെ മക്രോണി ഉണ്ടേനു, അതും കൂടെ ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അങ്ങനെ മുട്ട മസാലയും മക്രോണി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എന്തെങ്കിലും കുറവുണ്ടോ എന്നെല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ചില്ലി ഗാർലിക് സോസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കെച്ചപ്പിൻ്റെ കുറവെല്ലാം നോക്കിയിട്ട് വേണമെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. സോസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ ചേർത്തിട്ട് വീണ്ടും ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി മുട്ട മസാല മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം ചൂടോടെ തന്നെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും അതുപോലെ ലഞ്ച് ബോക്സിലേക്ക് റെഡിയാക്കാനായാലും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു മുട്ട മസാല മക്രോണി ആണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.